പ്രശാന്ത്, ഈ ട്രംപ് വീണ്ടും ഓരോ കാര്യങ്ങളിലൂടെ ഞെട്ടിക്കുകയാണ്. പാകിസ്ഥാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട്, അതിനെയും ട്രംപ് തിരിച്ചയച്ചിരിക്കുകയാണ്, നിരസിച്ചിരിക്കുന്നു അല്ലേ? ഈ അഫ്ഗാൻകാരെ അങ്ങോട്ടേക്ക് എടുക്കുക എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും ആ പണി അങ്ങ് കൈവച്ചിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ, അതായത് വളരെ ഈ ലാഘവത്തോടു കൂടി തന്നെ ട്രംപ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. തക്കതായ മറുപടിയുമാണ് അതിനകത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെയല്ലേ ഉണ്ടായിരിക്കുന്നത്? ഈ പാകിസ്ഥാൻ, ഇറാൻ എന്ന രാജ്യങ്ങളെ ട്രംപിന് നേരത്തെ ഇരിക്കുമ്പോഴേ ഇഷ്ടമല്ലാത്ത രാജ്യങ്ങളാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്ര അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിലും ഒക്കെ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ ടെററിസ്റ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നാണ് പുള്ളി അന്ന് പറഞ്ഞത്. ഇറാൻ്റെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബാനുകൾ ഏർപ്പെടുത്തി അദ്ദേഹം വന്നപ്പോഴാണ് വീണ്ടും ഇപ്പോൾ ഇറാൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ അഭയാർത്ഥികളുടെ വിഷയം ട്രംപ് വളരെ വലിയ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്, വലുതായിട്ട് എടുത്തിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള അഭയാർത്ഥികൾ അവിടുന്ന് 80,000-ഓളം ഇന്ത്യൻ അഭയാർത്ഥികൾ നമ്മൾ നമ്മുടെ ചിലവിൽ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. അതിനകത്താരും തർക്കവും അല്ലെങ്കിൽ വേറെ കാര്യമൊന്നും. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ അഫ്ഗാനിലെ അമേരിക്കൻ പട്ടാളം കഴിഞ്ഞ ബൈഡൻ്റെ മിനിസ്ട്രി വന്നപ്പോൾ അവിടുന്ന് പിൻവാങ്ങിയപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നിലവിലുള്ള ഭരണസമിതി അട്ടിമറിച്ച് അവർ താലിബാൻ്റെ ഭരണമാണോ ഇപ്പോൾ നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് അവിടുന്ന് ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ അവിടുന്ന് ഈ താലിബാൻ ഭരണത്തെ ഭയക്കുന്ന ആൾക്കാർ അവിടുന്ന് പലായനം ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് പലായനം ചെയ്ത കൂട്ടത്തിൽ 25,000 അഫ്ഗാനിസ്ഥാനികൾ ഈ പാകിസ്ഥാനിൽ കുടിയേറിയിട്ടുണ്ട്. ആ അഫ്ഗാനിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ബാധ്യതയുള്ള അഫ്ഗാനിസ്ഥാനികളാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പട്ടാളത്തിന് സഹായമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിന്നിട്ടുള്ള അഫ്ഗാനികളാണ്. അപ്പോൾ ഈ താലിബാൻ വന്നു കഴിയുമ്പോൾ അമേരിക്കയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവർക്ക് ഇവിടെ ജീവിക്കാനോ അല്ലെങ്കിൽ അവരെ കുന്നുകളെയോ ഒന്ന് പേടിച്ചായിരിക്കും ഇവർ. അപ്പോൾ ഈ തൽക്കാലത്തേക്ക് ഇവരെ അവിടുന്ന് കയറ്റി അല്ലെങ്കിൽ അവിടുന്ന് ഈ പാകിസ്ഥാനിൽ എത്തിച്ചാണ്. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലൊന്നും വലിയ നല്ല അല്ലെങ്കിൽ വലിയ ദൂരമില്ലല്ലോ, ബോർഡർ കടത്തി വിട്ടാൽ മതിയല്ലോ. ബോർഡർ കടത്തി വിടുന്നതിന് എനിക്കൊന്നും ഈ അമേരിക്കൻ പട്ടാളത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും എന്നിട്ട് പറഞ്ഞ് നമ്മൾ അവരെ തിരിച്ച് അമേരിക്കൻ പൗരത്വം കൊടുത്തോളാം, അല്ലെങ്കിൽ അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുപോയിക്കോളാം, നിങ്ങൾക്കൊരു ബാധ്യതയാവത്തില്ല. ഇപ്പം താലിബാൻ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കൊല്ലങ്ങളായി. ഇത് ബൈഡൻ്റെ കാലത്തും ഓരോ പ്രാവശ്യവും പറയുമ്പം പിന്നാട്ട് നാളെയാട്ട് അല്ലെ മറ്റന്നാളാട്ടെന്ന് പറയും. ഇപ്പോൾ ഈ ചെന്ന 25,000 ഇപ്പോൾ 50,000 1 ലക്ഷം ആവാൻ പോകുക. കാരണം അവരിവിടെ ചെന്നു വേറെ കുഞ്ഞുങ്ങളായി പ്രശ്നമായി. മാത്രവുമല്ല ഇവരിപ്പോൾ അവിടെ ഈ ബലൂചിസ്ഥാൻകാരുടെ കൂടെയും ഇവർ ചെല്ലുന്നവർക്ക് ഈ പാകിസ്ഥാൻ ഇഷ്ടമുള്ളവരല്ല, പാകിസ്ഥാൻ്റെ ശത്രുക്കളാണ് ബലൂചിസ്ഥാനികളുടെ കൂടെയും അല്ലെ തെഹ്രീക്കെ താലിബാൻ്റെയൊക്കെ കൂടി പാകിസ്ഥാനകത്ത് പ്രശ്നം ഉണ്ടാക്കി പിടിക്കുക. അപ്പോൾ ഈ വിഷയം ബൈഡൻ്റെ അവസാനം ഇപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പേ കൈകാര്യം ചെയ്യണം. ബൈഡൻ വന്നാൽ ചിലപ്പോൾ അതിനെ തുടക്കം വരുമെന്നൊക്കെ പറഞ്ഞാൽ ബൈഡൻ്റെ അടുത്ത് ട്രംപ് വരുന്നതിന് മുമ്പേ കഴിഞ്ഞ ഭരണം ഇരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ ബൈഡന് ശകലം താല്പര്യം ഉണ്ടായിരുന്നല്ലോ പാകിസ്ഥാനുമായിട്ട് ചില താല്പര്യം ഈ പറയുന്ന ട്രംപിൻ്റെ കൂട്ടല്ലായിരുന്നു. താല്പര്യം നമ്മളോടുള്ള ഒരു ഇതാണ്. നമ്മളെ ബൈഡൻ എടുത്ത പല തീരുമാനങ്ങളും ട്രംപ് അട്ടിമറിച്ചു. അപ്പം ബൈഡൻ ഈ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും ചില രഹസ്യമായിട്ട് പല സഹായങ്ങളും ട്രംപ് നിർത്തിയിട്ടുള്ള പല സഹായങ്ങളും ഒക്കെ പുനഃസ്ഥാപിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞു ട്രംപ് വരുന്നതിന് മുമ്പ് ഇവരെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ട്രംപ് വന്നാൽ നിലപാടെന്താണെന്ന് അറിയത്തില്ല. കാരണം ട്രംപ് നേരത്തെ ഈ കുടിയേറ്റ അല്ലെങ്കിൽ ഈ നിയമത്തിനെതിരെ സംസാരിച്ചുകൊണ്ടാണല്ലോ അധികാരത്തിൽ വരുന്നത്. ഏതായാലും ബൈഡൻ അങ്ങനെ പറഞ്ഞ് ബൈഡനും പറ്റിച്ചു. ഇപ്പം ട്രംപ് വന്നു കഴിഞ്ഞപ്പം ഈ 25,000 പേരുടെ കാര്യം പറഞ്ഞാൽ 25,000 അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഓൺലൈനും കൂടെ പറക്കി വെളി കളയുക, പിന്നെ അതിന് 25,000. ആകെപ്പാടെ പാകിസ്ഥാന് പട്ടിണിയും പരിവട്ടോ ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് ആഭ്യന്തര വിഷയം, ഈ ആഭ്യന്തര വിഷയങ്ങൾക്ക് ഈ പറയുന്ന ഇവരിവിടെ കൂട്ടുനിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പെട്ടു. അതായത് ട്രംപ് എന്ന് പറയുന്ന ആൾ ഈ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കകത്ത് പാകിസ്ഥാൻ ഒരു കാര്യം കേൾക്കാൻ പോലും ട്രംപിന് താല്പര്യമില്ല. പാകിസ്ഥാൻ ഒന്നാമത് ഈ ഭീകരവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെയൊക്കെ രാജ്യത്തൊരിടത്ത് ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള താല്പര്യവും ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ പാകിസ്ഥാനെ പണ്ട് അമേരിക്ക സഹായിക്കും അല്ലെങ്കിൽ അമേരിക്ക സഹായിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു കാലമല്ല. പക്ഷേ പിന്നെ ട്രംപ് വന്നപ്പോൾ ആ സഹായമൊക്കെ നിർത്തിയായിരുന്നു. അല്ലെങ്കിൽ നിശ്ചിതമായിട്ട് ഈ നമ്മൾ പറയുന്ന കാര്യം അത് വളരെ ഉറക്കെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അതിന് അത്രയ്ക്ക് വിലയുണ്ടല്ലോ, ആ പറഞ്ഞതും ഇപ്പോൾ സഹായമൊക്കെ നിർത്തിയതുമൊക്കെയാണ്. അപ്പം ഇപ്പം വന്നപ്പോൾ ഈ വിഷയം വന്നപ്പോൾ പാകിസ്ഥാൻ അത് വലിയ പ്രഹരമാണ്. പാകിസ്ഥാന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം 25,000 പേരെന്നുള്ളതല്ല, അതൊരു
കുടുംബമായിട്ടാവുമ്പോൾ അത് 25,000 അവിടെ ചെന്നപ്പോൾ ഉള്ള കണക്കാണ്. ഇപ്പോൾ 25,000 എന്നുള്ളത് 1 2 അതിൻ്റെ ഈ അവരുടെ ഈ ഒരു ജനസംഖ്യ വർധനവിനെ പറ്റി അറിയാമല്ലോ, അതിനൊരു ലിമിറ്റും ഇല്ലല്ലോ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ കുടിയേറ്റം അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഏതാണ്ട് 40 ലക്ഷത്തോളം പേരുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ. അതിനകത്ത് മെക്സിക്കോ 1-2 രാജ്യങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ രാജ്യം നമ്മളുടെയാണ്. അവിടെ നമ്മുടെ ഒരു 18,000 പേരേ ഉള്ളൂ. അപ്പോൾ അവരെയെല്ലാം പുറത്താക്കുന്നതിനും വേണ്ടി മാത്രവുമല്ല അദ്ദേഹം പല പുതിയ ഇതും കൊണ്ടുവന്നല്ലോ. അവിടുത്തെ ഈ 150 കൊല്ലത്തോളം പഴക്കമുള്ള ഈ നമ്മുടെ പൗരത്വം, കാരണം അവിടെ ചെന്ന് ജനിച്ചാൽ അവിടുത്തെ പൗരത്വം ആവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മിക്കവാറും ഇവിടുന്ന് രണ്ടുപേരെയും വിസിറ്റിംഗ് വിസായി പോയിട്ട് അവിടെ പോയി പ്രസവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഒരു ഇടപാട് നമ്മുടെ കഴിഞ്ഞ ദിവസം സിസേറിയൻ നടത്താനായിട്ട് തിരക്കായിരുന്നു അവിടെ. അതെ ഈ വിഷയമായിരിക്കും കാര്യം. അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വളരെ കൂടുതൽ ആൾക്കാർ അവിടെ പോയി ഈ കുഞ്ഞിനെ അവിടുത്തെ ഇത് കിട്ടിക്കഴിയുമ്പോൾ തള്ളയ്ക്ക് തന്തയ്ക്ക് ഓട്ടോമാറ്റിക്കലി കൊടുത്തേ വെക്കത്തുള്ളൂ. അപ്പോൾ അതുപോലും വേണ്ടി വന്നാൽ മാറ്റണം, അല്ലെങ്കിൽ മാറ്റുമെന്ന് ജന്മത്തെ പൗരത്വം പോലും മാറ്റണം. അത് അതിനായിട്ട് 150 കൊല്ലത്തെ 105 150 കറക്റ്റ് അറിയത്തില്ല. ഇപ്പൊ അത് സ്റ്റേ മേടിച്ചു കാണും. എന്നാൽ ഇതൊരു ക്ലെയിം അല്ലേ സാർ, ഒരു വിഷയം ഇനിയിപ്പോ കോടതിയിലായില്ലേ. അപ്പം അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും അമേരിക്കയ്ക്ക് വെളിയിലുള്ള ആൾക്കാരെ ഇനി അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഈ പറയുന്നത് അദ്ദേഹം പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഗ്രഫിക്കൽ അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യാസം വരുന്നു. കാരണം അവിടെ ഒരു പണ്ട് തൊട്ടേ ഇവർ വളരെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പരക്കം പറയുമ്പം ആ രാജ്യത്തിൻ്റെ ഒരു രീതിയുണ്ട്. ക്രിസ്ത്യൻ രാജ്യം, അതിനെ ഉയർത്തിപ്പിടിച്ച അതിൻ്റെ ഒരു സംസ്കാരം, ആ രീതിയിൽ പോകുന്ന ഒരു രാജ്യത്തിന് ആ ബയോളജിക്കൽ ചേഞ്ച്, അതേ സംസ്കാരത്തിന് വ്യത്യാസം വരുന്നു. ഇത് നമ്മുടെ മോദി പറയുന്ന അതേ സാധനം, അല്ലെങ്കിൽ ഇന്ത്യക്കാർ പറയുന്ന ഒരു സാധനം. അപ്പോൾ വേറെ ആൾക്കാർ കടന്നു കയറി അവിടെയുള്ള ആൾക്കാരെ ഒക്കെ ഈ യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ പറയുമ്പോൾ ഇപ്പം ഈ നിലവിൽ നിൽക്കുന്ന യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് അവിടെ അടിസ്ഥാനപരമായിട്ട് ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആദിവാസി വിഭാഗത്തിനും ഗോത്ര വിഭാഗത്തിനെയൊക്കെ അടിച്ചോടിച്ചിട്ടുള്ള ഒരു ഈ യൂറോപ്യൻസ് എല്ലാം അങ്ങനെ തന്നെ അവരെല്ലാം അടിച്ചോടിച്ചു, അല്ലെങ്കിൽ അവരെ ഒക്കെ ഇല്ലായ്മ ചെയ്തിട്ട് ഇവർ കയറി ഇവരുടെ ഭരണ സംവിധാനം. അത് ബ്രിട്ടൻ്റെ കാലത്തുണ്ടായതാണ്. ബ്രിട്ടൻ അറിയാമല്ലോ, ഇന്ത്യയിൽ നിന്നവന്മാർ തിരിച്ചു പോയത്. ബാക്കിയുള്ള രാജ്യത്തെല്ലാം അവർ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ആധിപത്യം സ്ഥാപിച്ച ഭരണക്രമമാവും. യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഉണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് ഇപ്പം ഈ പറയുന്നത് പോലെ ഈ പണി തിരിച്ചു കിട്ടുമെന്ന് ഭയമുണ്ട്. കാരണം പല കുടിയേറ്റക്കാരും അവിടുത്തുകാരെക്കാട്ടിൽ ആ കാര്യത്തിൽ പ്രഗത്ഭന്മാരും അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തോടു കൂടി വരുന്ന പല കുടിയേറ്റക്കാരും ഒരുപക്ഷെ അവിടെ ചെന്ന് താമസിക്കുന്നതിനപ്പുറം ആ കുടിയേറ്റം എന്ന് പറയുന്ന ലക്ഷ്യം തന്നെ നാളെ കാലത്ത് അമേരിക്കയ്ക്കിട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്കകത്തൊരു സ്ഫോടനം ഉണ്ടാക്കുന്നതിനും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതിനും വേണ്ടി പർപ്പസ്ഫുള്ളി കുടിയേറുന്ന ആൾക്കാരാണെന്ന് സംശയമുണ്ട്. അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ ഒരു പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ വണ്ടി അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് വണ്ടി ഇടിച്ച് കയറ്റി വളരെ കൂടുതൽ ആൾക്കാരെ കൊന്നില്ല. അദ്ദേഹം അവിടെ പട്ടാളത്തിൽ ജോലി ചെയ്തിട്ടുള്ള വളരെ കുടിയേറിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള, എന്നിട്ടും അയാളിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇത് ട്രംപ് വളരെ കാലയെ കൂട്ടി മനസ്സിലാക്കി ഈ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. നാളെ കാലത്തെ അല്ലെങ്കിൽ ഈ അമേരിക്കയെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നു അമേരിക്ക. കുടിയേറ്റത്തിന് ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നു ട്രംപ്. അപ്പോൾ കുടിയേറ്റക്കാരെ അങ്ങനെ അങ്ങോട്ട് ഇനി അനുവദിച്ചു പോകുന്ന അവസ്ഥ ഇല്ല. അത് അമേരിക്കയ്ക്ക് നാളെ കാലത്തെ അമേരിക്ക തന്നെ ഇല്ലാതാകും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ട്രംപ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏതായാലും പാകിസ്ഥാന് 8ന്റെ പണി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അത് കിട്ടിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനികളെ അല്ല, ഒരാളെ പോലും തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ലെന്ന് ട്രംപ് വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ കാര്യത്തിൽ. ഒരു കാര്യമില്ല.